ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു മട്ടൻ കറി വെച്ച് നോക്കാം. 1/2 കിലോ മട്ടൻ കിട്ടിയായിരുന്നു. അങ്ങനെ അത് കഴുകി വൃത്തിയാക്കി എടുത്ത് കുക്കറിനകത്തോട്ട് ഇട്ട് കൊടുത്തു. മഞ്ഞപ്പൊടിയും ഉപ്പും കൂടെ വെച്ച് വേവിച്ചു. പിന്നെ ഒരു 10-15 വിസിലടിച്ച് കാണും. കാരണം എന്ന് വെച്ചാൽ അത്രയ്ക്ക് വേവായിരുന്നു. ഞാൻ ആദ്യം 2-3 വിസിലടിച്ചിട്ട് വെച്ചിട്ട് നോക്കിയപ്പോൾ വെന്തില്ല. പിന്നെ അതിനായിട്ട് ആവശ്യമായിട്ടുള്ള സവാള, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചിയുടെയും പേസ്റ്റായിരുന്നു എൻ്റെ കയ്യിലുള്ളത്. അതും എടുത്ത് ചീനിച്ചട്ടിക്കകത്ത് എണ്ണ ചൂടാക്കി കടുക് പൊട്ടിച്ച് സവാള വഴറ്റിയെടുത്തപ്പോൾ ഇച്ചിരി മറ്റേതിനകത്ത് നമ്മൾ ഇറച്ചിക്കകത്ത് മഞ്ഞൾപ്പൊടി ഇട്ടെങ്കിലും ഉള്ളി ഒന്ന് വാടാൻ വേണ്ടി നമ്മൾ അതിനകത്തോട് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് നല്ല രീതിയിൽ ഉള്ളി വാട്ടിയെടുത്ത്. പിന്നെ അതിനായിട്ട് ആവശ്യമായ മസാല, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഒരു ഇച്ചിരി ഇട്ടാൽ മതി കേട്ടോ, തോനെ വേണ്ട. ഞാൻ 1/2 സ്പൂൺ മുളക് പൊടി ഇട്ട്, പക്ഷെ 3 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട്. മട്ടൻ കറിക്ക് മല്ലിപ്പൊടിയാണ് കൂടുതൽ വേണമെന്നിങ്ങനെ പറഞ്ഞു കേട്ടുള്ള അറിവുണ്ട്. ഞാൻ ആദ്യമായിട്ട് വെക്കുന്ന സംഭവമാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് മസാലപ്പൊടി, അത് കഴിഞ്ഞ് നമ്മുടെ കുരുമുളക് പൊടിയും മല്ലിപ്പൊടിയാണ് ഏറ്റവും കൂടുതൽ ഇതിന് വേണ്ടുന്നതെന്ന് പറയാം. അങ്ങനെ അതെല്ലാം കൂടെ ഞാൻ എണ്ണയ്ക്കകത്ത് വാടിക്കിടക്കുന്ന സവാള ഉള്ളിക്കകത്തോട്ടിട്ട് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുത്ത് ഒരു ബ്രൗൺ ഷെയ്ഡായി വന്നപ്പം ഞാൻ തക്കാളി നമ്മൾ സവാള ഉള്ളിയുടെ കൂടി ഇട്ട് കൊടുത്തില്ല. എന്നാൽ ഞാനതങ്ങ് അരച്ചെയ്ത് പേസ്റ്റ് ആക്കിയിട്ട് അതിനകത്ത് മിക്സ് ചെയ്ത് നല്ല രീതിയിൽ നമ്മൾ തിളയ്ക്കണം. നല്ല രീതിയിലൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന മട്ടൻ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. അങ്ങനെ ഇട്ട് കൊടുത്ത് മട്ടൻ ഒരുവിധം റെഡിയായി നല്ല രീതിയിൽ കുറുകി വന്നപ്പോൾ കറിവേപ്പിലയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുത്തു. അങ്ങനെ നല്ലൊരു മണമൊക്കെ ഉണ്ടായിരുന്നു. ആദ്യമായിട്ട് വെച്ചൊരു മട്ടൻ കറി, എന്നാലും നിങ്ങളുടെ അടുത്തും കൂടെ അതൊന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചതാണ്. പിന്നെ ഞാൻ വിചാരിച്ചപ്പോൾ തേങ്ങ കൊത്തിരിപ്പുണ്ടായിരുന്നു. അത് ഞാൻ നെയ്ക്കകത്താണ് അത് വറുത്തെടുത്ത് ആ നെയ്യോടുകൂടി ആ തേങ്ങാക്കൊത്തും കൂടെ നമ്മുടെ മട്ടൻ കറിക്കകത്തോട്ടിട്ട് അന്നേരം ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നിങ്ങളും അങ്ങനെ ഒന്ന് ഇച്ചിരി നെയ്യ് വെച്ചിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അങ്ങനെ ഞാൻ മട്ടൻ കറി ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. അന്നേരം രാവിലെ ചീനി വാങ്ങിച്ചായിരുന്നു കേട്ടോ, അത് ഞാൻ വേവിച്ചതായിരുന്നു. അന്നേരം ആ ചീനിയോട് കൂടെ രാത്രി ഞങ്ങൾക്ക് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ മട്ടൻ കറിയും ചീനിയും റെഡി ആയിട്ടുണ്ട്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. രണ്ടും നല്ല കോമ്പിനേഷനാണ് കേട്ടോ. എൻ്റെ മട്ടൻ കറി നല്ല സൂപ്പർ മട്ടൻ കറിയായിരുന്നു. നല്ല രുചിയുണ്ടായിരുന്നു കേട്ടോ. നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ ഈ പറഞ്ഞ രീതിയിൽ തന്നെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത്രയേ ഉള്ളൂ. അങ്ങനെ മട്ടൻ കറിയും ചീനിയും കൂടെ ഞങ്ങൾ കഴിക്കുകയാണ്. ടാറ്റ, ഓക്കെ, ബൈ, സീ യു.